മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് സാധാരണ ഈ എക്സ്പെൻസ് റേഷ്യോ എന്താണ്? മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റിൽ കാണുന്ന ഒരു ഹെഡാണ് എക്സ്പെൻസ് റേഷ്യോ. ഇതെന്താണെന്ന് പലർക്കും അറിയില്ല. മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നതാണ് മ്യൂച്വൽ ഫണ്ടിൽ ആ ഫണ്ടിൽ വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറുകളും മീറ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണത്. അപ്പോൾ സാധാരണ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടോട്ടൽ കോർപ്പസിൽ നിന്നും ആ എമൗണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഡിഡക്റ്റ് ചെയ്യും. അത് അവർ ഉപയോഗിക്കുന്നത് ആ ഫണ്ടിൻ്റെ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ബാക്കിയുള്ള അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറുകൾക്ക് വേണ്ടിയാണ് ഈ എക്സ്പെൻസസ് മ്യൂച്വൽ ഫണ്ടിന് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇതൊരു പക്ഷേ ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ഫോളിയോയിൽ നമുക്കത് കാണാൻ പറ്റില്ല. അത് ഡിഡക്റ്റ് ചെയ്യുന്നത് നമ്മുടെ NAV ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് ടോട്ടൽ ഫണ്ടിൻ്റെ കോർപ്പസും അതിൻ്റെ പ്രോഫിറ്റ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ എക്സ്പെൻസ് റേഷ്യോയിൽ വരുന്ന ആ കോസ്റ്റ് അത് മ്യൂച്വൽ ഫണ്ട് കമ്പനി ഡിഡക്റ്റ് ചെയ്യുന്നത്. അത് സാധാരണ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു സ്ലാബ് ബേസിലാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ 500 കോടി രൂപയ്ക്ക് ഇത്ര പെർസെൻറ്റേജ്, അതിനുശേഷം 500 മുതൽ 750 കോടി രൂപ വരെ ഇത്ര പെർസെൻറ്റേജ്, 750 കോടി മുതൽ 2000 കോടി വരെ ഒരു പെർസെൻറ്റേജ്, 2000-ന് മുകളിൽ, അങ്ങനെയാണ് ഈ കോസ്റ്റ് അവർ സാധാരണ ഡിഡക്റ്റ് ചെയ്യുന്നത്.